ത്തിലൂടെ സെബ ടോമിയാണ് ആ പുരസ്കാരത്തിന് ഇപ്പോൾ മമ്മൂട്ടി മാധ്യമങ്ങളെ കാണുന്നു കൊച്ചി. എന്ത് തോന്നുന്നു? അതിന്റെ എക്സ്പീരിയൻസ് അതാണോ? താങ്ക് യു എല്ലാവർക്കും. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ഇപ്പം എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അത് മഞ്ഞുമൽ ടീംസ് അല്ലേ? അതിന് ആക്ടർക്ക് അവാർഡ് ഉണ്ട്. സൗബിനും ആസിഫ് അലി സബീനല്ല, ബെസ്റ്റ് ആക്ടറാണ്. സൗബിനും എല്ലാവർക്കും, പിന്നെ നമ്മുടെ പടത്തിന് റോണക്സിനുണ്ട്, മ്യൂസിക് ഡയറക്ടറുണ്ട്. അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരദ് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും. ഓക്കെ, എങ്ങനെ നിങ്ങൾ കണ്ടു? അങ്ങനെ ഇപ്പൊ പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. താങ്ക് യു. തൂക്കാൻ ഇതെന്താ വല്ലോ കട്ടിയാണ്. വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ഭ്രമയുഗത്തിലേക്ക് വന്നപ്പോൾ വ്യത്യസ്തത എന്തായിരുന്നു? അത് കഥാപാത്രവും കഥയും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇതൊരു യാത്രയല്ലേ, കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാവില്ലേ, അവരും നമ്മളൊപ്പം കൂട്ടിയ പോലെ എന്ന് വിചാരിച്ചാൽ മതി. ഇതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. എന്റെ അല്ലേ ഇവരുടെ? ക്യാമറയ്ക്ക് ഞാനിതൊന്നും ഞാനിത് പടത്തിന് പിന്നെ ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും മമ്മൂട്ടിയുടെ പ്രതികരണമാണ്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയതിനു ശേഷമുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഭവ്യ തുടരുന്നുണ്ട്. ഭവ്യ, എല്ലാ തവണയും ചോദിക്കുമ്പോഴുള്ള രീതിയിലുള്ള മറുപടി, തമാശയൊക്കെ പറഞ്ഞ് ഞാനും പുതിയ തലമുറയിലുള്ളതല്ലേ എന്ന് തിരിച്ച് ചോദിച്ച് മമ്മൂട്ടി വലിയ സന്തോഷം പങ്കിടുകയാണ് നമ്മളോട്. തീർച്ചയായും അത് തന്നെയാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ, സംസ്ഥാന പുരസ്കാരമാവട്ടെ 8 തവണ. അങ്ങനെ 74-ാം വയസ്സിൽ പിൻതലമുറകളെ നിഷ്പ്രഭരാക്കി വീണ്ടും മലയാളത്തിൻ്റെ മികച്ച നടനുള്ള ബഹുമതി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത്രയും പഠനാർഹമായൊരു അഭിനയ ജീവിതം മറ്റേതെങ്കിലും നടന് അല്ലെങ്കിൽ ഏതെങ്കിലും താരത്തിന് അവകാശപ്പെടാനുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ല എന്ന് നമുക്ക് ഉത്തരം പറയാൻ പലവട്ടം ആലോചിക്കേണ്ടി വരില്ല. അത്തരത്തിൽ മലയാളികളെ മൊത്തം മനസ്സിലേറ്റിയ നടനാണ് മമ്മൂക്ക എന്ന് പറയാം. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലാണ് മമ്മൂട്ടി ആദ്യമായി അദ്ദേഹത്തിന് ശ്രദ്ധേയമായൊരു റോൾ ലഭിക്കുന്നത് തന്നെ. അങ്ങനെ നാടകീയതയും അതിഭാവുകത്വവും ഒക്കെ കലർന്നൊരു അഭിനയ രീതിയായിരുന്നു ആ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അത്തരത്തിലൊരു വേഷം മമ്മൂട്ടി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ മേളയിലാവട്ടെ, സ്ഫോടനത്തിലും അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സിനിമയിലും എത്തുമ്പോൾ യവനികയെ നോക്കാം, തൃഷ്ണ നോക്കാം, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂക്കളൊക്കെ എത്തിയപ്പോൾ ഒരു
ക്രമാനുകൃതമായി ഇങ്ങനെ മാറി മാറി വരുന്ന മമ്മൂട്ടിയാണ് നമ്മൾ അവിടെയൊക്കെ കണ്ടത്. അതായത് സ്വയം അദ്ദേഹം പുതുക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, സ്വയം പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ഒരു നടനെയാണ് പിന്നെ ആ തുടക്കം മുതൽ നമ്മൾ ഇങ്ങോട്ട് കണ്ടുകൊണ്ടേയിരുന്നത്. ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോഴും രണ്ടാമത്തൊരു സിനിമ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ സിനിമയിൽ കണ്ട മമ്മൂട്ടിയല്ലല്ലോ ഈ സിനിമയിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രമാത്രം ഓരോ സിനിമ കഴിയുമ്പോഴും സ്വയം പുതുക്കിക്കൊണ്ടിരുന്നൊരു നടനെയാണ് നമ്മൾ കാണുന്നത്. വലിയ നടന്മാരെന്ന് നമ്മൾ വാഴ്ത്തുന്ന പലരിലും കഥാപാത്രത്തെക്കാൾ ഉപരി അഭിനേതാവിൻ്റെ ഒരു വ്യക്തിപരമായ ശരീരഭാഷയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ മമ്മൂട്ടി അപ്പോഴൊക്കെ നമ്മൾ തീർത്തും വ്യത്യസ്തനായിട്ടാണ് അവരുടെയൊക്കെ ഇടയിൽ വെച്ച് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു കഥാപാത്രം കൊടുത്താൽ പൂർണ്ണമായും ആ കഥാപാത്രത്തിലേക്ക് ഒരു പരകായ പ്രവേശനം നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടി എന്ന മഹാനടൻ്റെ മിടുക്ക് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. നമ്മൾ ഈ കോട്ടും സൂട്ടും ബ്രീഫ് കേസും ഒക്കെ കയ്യിൽ പിടിച്ച് കണ്ട ആദ്യകാല ജോഷി സിനിമകളിൽ നമ്മൾ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങനെ ഒരു മമ്മൂട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. ഈ കോട്ടയം കുഞ്ഞച്ചനിലാവട്ടെ, യാത്രയിലാവട്ടെ, നിറക്കൂട്ടിലാവട്ടെ, ഇങ്ങനെ മൃഗയിലാവട്ടെ, പ്രാഞ്ചിയേട്ടനിലും ആവനാഴിയിലും ആഗസ്റ്റ് 1-ലും അമരത്തിലും വടക്കൻ വീരഗാഥയിലും ഒക്കെ മമ്മൂട്ടി എന്നൊരു വ്യക്തിയുടെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. ഓരോന്നിലും ഓരോ തരത്തിലുള്ള ആ കഥാപാത്രത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുള്ളൊരു നടനെയാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നി പലരും പരാമർശിക്കാത്ത കാര്യമായ ചർച്ചകളിൽ പോലും സ്ഥാനം പിടിക്കാത്തൊരു കഥാപാത്രമുണ്ട് മമ്മൂട്ടിയുടെ. അത് ഈ ലൗഡ് സ്പീക്കർ എന്ന സിനിമയാണ്. ആ ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ മുരിക്കാശ്ശേരിക്കാരൻ മൈക്ക്, ആ ഒരു കഥാപാത്രം അധികം ആളുകളൊന്നും പറഞ്ഞു പോവാത്തൊരു കഥാപാത്രമാണ്. പക്ഷേ ഒരു ഇടുക്കിക്കാരൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞൊരു കഥാപാത്രമായിരുന്നു അത്. അത്തരത്തിലൊരു കഥാപാത്രം പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ തരത്തിൽ അഭിനയിച്ചൊരു മമ്മൂട്ടി എന്ന നടനെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ അതുപോലെ ഏറ്റവും വ്യത്യസ്തനായ കഥാപാത്രമായിരുന്നു. പിന്നെ സ്ത്രീ വിഷയത്തിൽ അമിത താല്പര്യം കാണിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ആ സിനിമയിൽ മമ്മൂട്ടി നിറഞ്ഞാടുകയുണ്ടായി. അങ്ങനെ ഓരോ സിനിമയിലും ഓരോ തരത്തിൽ അഭിനയിച്ച മലയാളികളുടെ ഹൃദയത്തിൽ, ഇന്ത്യൻ സിനിമയുടെ ഹൃദയത്തിൽ ഏറിയ നടനാണ് മമ്മൂട്ടി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അങ്ങനെ ആ മഹാനടന് വീണ്ടും 2024 മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് വീണ്ടും നമ്മുടെ സംസ്ഥാന മികച്ച നടനായുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തുമ്പോൾ അത് ഓരോ മലയാളിക്കും ലഭിച്ച പുരസ്കാരം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഈ ഭ്രമയുഗം എന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ നിന്ന് ഞാൻ ഭവ്യയിലേക്ക് വരാം. മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ നിന്ന് ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, വലിയ സന്തോഷത്തിലാണ് അവിടെ എല്ലാവരും. മമ്മൂട്ടിയോട് നേരിട്ട് അഭിനന്ദനം അറിയിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. വലിയ സന്തോഷത്തിലാണല്ലേ? തീർച്ചയായും വലിയ സന്തോഷത്തിൽ തന്നെയാണ് അദ്ദേഹം. വളരെ ചുരുങ്ങിയ വാക്കുകൾ, എന്നാൽ അത് ആ മുഴുവൻ സന്തോഷവും പ്രകടമാക്കിക്കൊണ്ട് അദ്ദേഹം അത് വ്യക്തമാക്കുകയും എല്ലാം തന്നെ അദ്ദേഹം ചെയ്തു. ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നു. ഇതിൽ ഭ്രമയുഗത്തിലെ ആ ഒരു കഥാപാത്രം നമുക്കറിയാം, അതൊരു സാധാരണമല്ലേ എന്നെല്ലാം തന്നെ പറയുമ്പോൾ പോലും നമുക്കറിയാം എത്ര വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളിയാണ്. പക്ഷെ എത്ര അനായാസമായാണ് അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്നത് പോലെ പരകായ പ്രവേശം എന്നെല്ലാം തന്നെ പറയുന്നത് പോലെ എത്ര സുന്ദരമായ, എത്ര ലളിതമായ അദ്ദേഹം നമ്മളെ അത് ഒരേ സമയം പേടിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആ കഥാപാത്രം, അതിനെ തന്നെയാണ് അംഗീകാരം തേടി വരുന്നത്. അത് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് കഥാപാത്രങ്ങൾ അങ്ങനെയില്ലേ, അതെല്ലാം തന്നെ പറഞ്ഞു പോകുന്നു. ഒപ്പം തന്നെ യുവതലമുറയോട് മത്സരിച്ചുകൊണ്ട് അദ്ദേഹം വിജയം നേടുന്നു. പക്ഷേ യുവതലമുറ ഇപ്പോഴും അദ്ദേഹത്തോട് മത്സരിക്കുകയാണ് എന്നതാണ് സത്യം. അപ്പോൾ ചോദിക്കുന്നു, യുവതലമുറയോട് മത്സരിക്കുന്നുള്ളത് ഞാനും ഈ തലമുറയിൽപ്പെട്ടയാളാണെന്ന് സരസമായിട്ട് തന്നെ അദ്ദേഹം മറുപടി പറയുന്നു. ഞാൻ പിന്നെ എന്താണ്, ഞാൻ ഈ തലമുറയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കും. തൻ്റെ ഒരു മത്സര ബുദ്ധി തന്നെ അവിടെ പ്രകടമാക്കുകയും തന്നെ എല്ലാം തന്നെ അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് നിറയുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ സ്നേഹം നിറഞ്ഞ ചിരി തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ വീടിന് മുന്നിൽ, എളംകുളത്തെ ഈ വീടിന് മുന്നിൽ വീടിൻ്റെ വാതിൽ തന്നെ അതിൻ്റെ പിടി തന്നെ എഴുതിയിരിക്കുന്നത് എം എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ്. നമ്മളെല്ലാം ഇവിടെ വരുമ്പോൾ, പലപ്പോഴും ഇവിടെ വരുമ്പോൾ ബിഗ് എം എന്ന് പറയുന്നത് പോലെ തന്നെ ആ രീതി